നമസ്കാരം. സോംജി സ്മൃതി മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർച്ച് മാസത്തെ ആദ്യ ആഴ്ച കടന്നുപോയിരിക്കുന്നു. ആശ്വാസത്തിൻ്റെ ഒരു റാലി ആണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ 22,000 വരെ എത്തി. 22,000 താഴെ പോവുകയും ചെയ്തു ഇൻട്രാഡേ ട്രേഡിങ്ങിൽ. അങ്ങനെ സംഭവിച്ചതിന് ശേഷം മാർച്ചിൽ ആദ്യ ആഴ്ചയിൽ തന്നെ 22,500 മുകളിൽ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇന്ന് മാർക്കറ്റ് വളരെ വോളറ്റൈലായി. പക്ഷേ അതേ 22,500 താഴെ പോകാൻ ഒരു കാരണവും ഉണ്ടായില്ല. എപ്പോഴും ഉയർന്നു തന്നെ നിന്നു. ട്രേഡിംഗ് താഴോട്ടും മുകളിലോട്ടും ഒക്കെ പോയെങ്കിലും മാർക്കറ്റിൽ ശക്തമായ ബൈയിങ് നിലനിന്നു. 2,500 പിടിച്ചു നിർത്താൻ എല്ലാവരും തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. റീറ്റെയിൽ പീപ്പിൾസിൻ്റെ ബൈയിങ് വളരെയേറെ ശ്രദ്ധേയമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം സാധാരണഗതിയിൽ റിലീഫ് റാലി ഉണ്ടാകുമ്പോൾ ആദ്യം ലാർജ് ക്യാപ്പ് ഓഹരികളായിരിക്കും നന്നായി മുന്നേറുക. പക്ഷെ ഇത്തവണ ഈ റാലിയിൽ ഉണ്ടായിട്ടുള്ളത് സ്മോൾ ക്യാപ്പാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തത്. 10% ഉയർന്നിട്ടുണ്ട് സ്മോൾ ക്യാപ്പിൽ പലതും. മറ്റ് നിഫ്റ്റി ആണെങ്കിൽ പോലും 5% ഉയർച്ച ഈ 2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളത് മോശപ്പെട്ട കാര്യമല്ല. അപ്പോൾ മാർക്കറ്റിന് ഒരു തളർച്ചയുണ്ടായി. ആ തളർച്ചയിൽ നിന്ന് പതുക്കെ കയറാൻ തുടങ്ങുന്നു എന്നൊരു പ്രതീതി എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് അങ്ങ് ഇന്നത്തെ വോളറ്റൈൽ സെക്ഷനിൽ പോലും ഒരുപാട് ഇടിയാതെ അതേ ലെവൽ കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ആളുകൾ ട്രേഡേഴ്സ് അതിന് ശക്തമായ പിന്തുണ നൽകിയത് എന്ന് എനിക്ക് തോന്നുന്നു. പല ഷെയറുകളിലും അതിൻ്റെ താഴ്ചയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു 5%, 10% ഒക്കെ ഉയർന്ന ഷെയറുകളുണ്ട്. ലാർജ് ക്യാപ്പ് ഷെയറുകൾ പോലും 7%. റിലയൻസ് 7%-ഓളാണ് 2 ദിവസം കണ്ട് ഉയർന്നത്. അപ്പോൾ അതുപോലെയുള്ള മാറ്റങ്ങൾ ഷെയറുകളിൽ വന്നിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2-3 ബ്രോക്കറേജസ് അതിന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബൈ പറഞ്ഞിരിക്കുന്നു. 1,500 പറഞ്ഞിട്ടുണ്ട്. 1,680 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഒരു 1-2 മാസത്തിനിടയിൽ ഇതൊക്കെ ഇത്രയൊക്കെ കയറിപ്പോകാനുള്ള സാധ്യതയാണ് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് തിരിച്ചു കയറുന്നതിനൊപ്പം കയറുന്ന ഒരു ഷെയർ ആയിരിക്കും റിലയൻസ് എന്ന് തോന്നുന്നു. ഇന്ന് റിലയൻസിൻ്റെ ശക്തമായ പ്രകടനം കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഇടിയാതെ പിടിച്ചു നിന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് മാർക്കറ്റിൽ ഒരു പ്രതീക്ഷ ഉടലെടുത്ത് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ മാർക്കറ്റിൽ ഇങ്ങനെ താഴ്ച ഉണ്ടായപ്പോൾ ഇപ്പോൾ എവിടെ വരെ പോകും എന്നൊക്കെയുള്ള ആകാംക്ഷകൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ സമയത്തും പല ഷെയറുകളുടെയും പ്രൊമോട്ടർമാർ ആ ഷെയറുകൾ കൂടുതൽ അക്വയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരൊരു പ്രതീക്ഷിച്ച ഒരു ഇടിവ് വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഹോൾഡിംഗ് ഒരല്പം കൂട്ടാമെന്ന് പ്രൊമോട്ടേഴ്സ്, കാശുള്ള പ്രൊമോട്ടേഴ്സാണ് കേട്ടോ. കമ്പനിയിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ വായ്പിച്ച് 1-2% ഒക്കെ കൂടുതൽ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അത് മാർക്കറ്റ് ഇടിഞ്ഞതിൻ്റെ ഒരു ലെവൽ എത്തി എന്ന് അവർക്കൊരു തോന്നലുള്ളത് കൊണ്ടാണ്. ഇനി ഇതിലും താഴെ കിട്ടിയില്ലെങ്കിൽ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് അവർ കമ്പനിയുടെ ഷെയറുകൾ അവർ തന്നെ വാങ്ങിക്കൂട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സി എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ അത് ഇന്ന് 100 രൂപ എത്രയാണ്, 104 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. 7% ഇന്ന് കയറി ആ ഷെയർ. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഷെയർ വാങ്ങിക്കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതൊരു 3 വർഷമായിട്ട് ഏകദേശം അതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയറിൻ്റെ ഹോൾഡിങ്സ് കുറഞ്ഞു വരികയായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ അവരത് വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള മാർക്കറ്റിൽ അത് വാങ്ങുന്നു. അപ്പോൾ അത്തരം ഷെയറുകളിലും നമുക്കൊരു ശ്രദ്ധ കൊടുക്കാവുന്നതാണ്. കാരണം അതിൻ്റെയൊക്കെ ഒരു പരമാവധി താഴ്ചയിൽ എത്തിയിരിക്കുകയായിരിക്കും എന്നാണ് പ്രൊമോട്ടേഴ്സ് തന്നെ കരുതുന്നത്. അതുകൊണ്ടാണ് അവർ അത് വാങ്ങാൻ ശ്രമിക്കുന്നത്.
അതിന് മറ്റൊരു ഉദാഹരണമാണ് TD പവർ. TD പവറും അതുപോലെ താഴോട്ട് വന്നു. അതിന് ഇന്നത്തെ 352 റേഞ്ചിലാണ് അതിൻ്റെ ട്രേഡിങ് നടക്കുന്നത്. അത് പ്രൊമോട്ടേഴ്സ് അതിനകത്ത് 1% കൂടുതൽ വാങ്ങിക്കുകയുണ്ടായി ഈ അടുത്തിടെ. അതുപോലെ സി എന്റർടൈൻമെന്റ് പറഞ്ഞു ഞാൻ പെരുമാൾ എന്റർപ്രൈസിന് അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ 3% ഷെയറുകളാണ് ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് വാങ്ങാൻ തയ്യാറായത്. അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നല്ല കമ്പനികൾ അവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഇത് കൂട്ടുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. കാരണം അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ആ ഇളവ് വേറെ ഒരു സമയത്തും കിട്ടുകയില്ല എന്ന് അവർ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ആ കമ്പനിയുടെ ഷെയറിൻ്റെക്ക് മറ്റുള്ളവരെ ആകർഷണം വരികയും കൂടുതൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ സി എന്റർടൈൻമെന്റ് 185 രൂപയാണ് നുവാമ എന്നതിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് ഏകദേശം 85% വളർച്ചയാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ഇതിൻ്റെയും അവസ്ഥ. എല്ലാവരെയും ഇത്തരം അവസരങ്ങളിൽ, അതായത് മാർക്കറ്റ് താഴോട്ട് വന്നിരിക്കുന്ന അവസരങ്ങളിൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങളെല്ലാം തന്നെ പല ഷെയറുകളിലും ബൈ പറഞ്ഞിട്ടുണ്ട്. റിലയൻസ് ഞാൻ പറഞ്ഞില്ല, 3 പേരാണ് അതിനെ ഇന്നലെ ഇന്നുമായിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നത് 1500-നും 1650-നും ഇടയിലുള്ള ഒരു വിലയിലേക്ക് അത് ഉടനെ തന്നെ എത്തുമെന്നാണ്. അപ്പോൾ അത് തന്നെയാണ് മറ്റേ TCSന് ബൈ പറഞ്ഞിരിക്കുന്നു ആളുകൾ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് അല്ല, മറ്റേ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ, അനലിസ്റ്റുകളൊക്കെയാണ് കേട്ടോ. അവരൊക്കെ പറഞ്ഞിരിക്കുന്ന TCS, അതുപോലെ ടെക് മഹീന്ദ്ര, മിഡിൽ ക്യാപ്പുകളിലുള്ള കോഫോർജ് പറഞ്ഞിട്ടുള്ള ഷെയറാണ് എല്ലാവരും. അപ്പോൾ അതിനകത്തൊക്കെ വളർച്ച നല്ല രീതിയിൽ മുന്നേറി. ഈ ഇടിവിൻ്റെ സമയത്തും കോഫോർജ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഷെയറാണ്. ബജാജ് ഫിനാൻസ് പോലെ തന്നെ ബജാജ് ഫിനാൻസ് എത്രയോ മുന്നോട്ടാണ് പോയത് ഈ ഇടിവിൻ്റെ സമയത്ത്. അപ്പോൾ ആ രീതിയിലുള്ള ഷെയറുകളും മാർക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ അതിൽ നിക്ഷേപമുള്ളവരുമുണ്ട്. ആ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും ഇതിനകത്തുനിന്ന് ഇങ്ങനെയുള്ള സമയങ്ങളിലും മെച്ചപ്പെട്ട റിട്ടേൺ ഉണ്ടാക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകളും ഈ ഇടിഞ്ഞ സമയത്ത് വാങ്ങുന്നതിനോടത്തോളം ലാഭകരമായി നിങ്ങൾക്ക് ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് വാങ്ങാനാവില്ല. മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും താഴേക്ക് വന്ന ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ലോങ് ടൈമിലേക്ക് മാത്രം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മ്യൂച്വൽ ഫണ്ടുകൾ നല്ലൊരു അവസരമായി വന്ന് വിളിക്കുകയാണ് ചെയ്തത് ഈ 2 മാസങ്ങളിൽ. തീർച്ചയായിട്ടും അതിലൊക്കെ നല്ല നല്ല പ്രതിഫലം ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. കാരണം ഇതിനെ മാർക്കറ്റിൻ്റെ മാർക്കറ്റിൻ്റെ താഴ്ചയിൽ അവസാനം വന്നു തുടങ്ങിയെന്ന് തോന്നി തുടങ്ങിയാൽ മാർക്കറ്റിൻ്റെക്ക് ആളുകൾ, റീറ്റെയിൽ പീപ്പിൾസ് കൂടുതൽ വരും. ഇത് ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ് ഒരുപാടൊന്നും കുറഞ്ഞിട്ടില്ല, അവർ ഇപ്പോഴും സെല്ല് ചെയ്യുന്നുണ്ട്. ഇന്നലെ 2400 കോടി രൂപയ്ക്കുള്ള സെല്ലിംഗ് ആണ് അവർ നടത്തിയിരിക്കുന്നത്, നെറ്റ് സെല്ലിംഗ്. അപ്പോൾ അവരത് കുറച്ചിട്ടില്ല, നെറ്റ് സെല്ലിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആരാണ് ശരിക്കും മുന്നോട്ട് വന്നിട്ടുള്ളത്? റീറ്റെയിൽ പീപ്പിൾസിന്റെ ബൈയിങ് ആണ് കൂടുതലായി വന്നിട്ടുള്ളത്. അതിന്റെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞില്ലേ, സ്മോൾ ക്യാപ്പിലുമാണ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലുമാണ് കൂടുതൽ ചലനങ്ങൾ ഉണ്ടായത് ഈ ഉയർച്ചയിൽ. ലാർജ് ക്യാപ്പിനേക്കാൾ കൂടുതലായിട്ട് മുന്നേറിയത് ഈ ഷെയറുകളാണ്. എന്ന് പറഞ്ഞാൽ ഇതിനാണ് ആളുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. റീറ്റെയിൽ പീപ്പിൾസ് അതാണ് വാങ്ങാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായകരമായ രീതിയിൽ ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നമസ്കാരം. താങ്ക് യു.